ഇന്ന് നമ്മൾ സാരി എടുക്കാൻ പോവാണ്. ഓണത്തിനുള്ള സാരി എടുക്കാൻ പോകും. എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തൊരു പേഴ്സൺ ആയിരുന്നു ഒരു സമയം വരെ. പക്ഷെ ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ഒറ്റയ്ക്കുള്ള ട്രാവലിംഗ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ രാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ രാവിലത്തെ ആ ബസ്സിലുള്ള ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാരണം രാവിലെ ഉണർന്നു വരുന്ന തൃശ്ശൂർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ബസ് കയറാൻ നിൽക്കുന്നത് നേരെ വടക്കുന്നതിന്റെ മുന്നിലാണ്. അത് കഴിഞ്ഞ് ബസ്സിലൊക്കെ കയറി കറക്റ്റ് എനിക്കൊരു സൈഡ് സീറ്റും ഉണ്ടാവും. അവിടെ കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് കോളേജിലെത്തുമ്പോൾ ഒരു പ്രത്യേക സുഖം. കോളേജിൽ പോകാൻ ആക്ച്വലി ചില സമയത്ത് നല്ല മടിയാവാറുണ്ട്. പക്ഷെ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാരെ മുഖം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആ കൂടെ പോവാൻ തോന്നാറ്. കോളേജ് പൊട്ടിയുണ്ടല്ലോ കേട്ടോ, കോളേജ് അടിപൊളി കോളേജാണ്. പക്ഷെ പഠിക്കാനുള്ള കാര്യം ആലോചിക്കണോണ്ട് മാത്രമാണ് എനിക്ക് പോകാൻ മടി. ഇന്ന് കുറച്ച് നേരത്തെ എത്തിയോണ്ട് തന്നെ ബാക്കി ആരും എത്താത്തത് കൊണ്ടും ഞങ്ങൾ രണ്ടുപേരും വെറുതെ അടുത്തുള്ള ബ്രിഡ്ജ് റോഡിൽ പോയിട്ട് കുറച്ചു നേരം ഇന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. ശിശിരയുടെ സ്കൂട്ടിയാണ് ഞങ്ങളുടെ ആയതും. ഞങ്ങളുടെ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ ഏറ്റവും വലിയൊരു ബോണ്ടായി നിന്നിട്ടുള്ള ഒരാളാണ് ഈ സ്കൂട്ടി. അതിനെക്കാട്ടും മുന്നേ ശിശിരയുടെ തന്നെ അച്ഛന്റെ വണ്ടിയായിരുന്നു ഞങ്ങളുടെ എല്ലാവരും ബോണ്ടിങ് പാർട്ട്ണർ. ഐ ഡോണ്ട് നോ ബോണ്ടിങ് പാർട്ട്ണർ എന്നുള്ള കറക്റ്റ് പേരാണോ എന്നുള്ളത്, ബട്ട് ഈവൻ ദെൻ എയറോപ്ലെയിൻ കാണാൻ പറ്റും മുകളില്. ഇല്ല, നമ്മുടെ പാടം. ഞങ്ങളുടെ ഒരു ബഡ്ഡി ഫ്രണ്ട്സ്. വി ആർ ദ ബഡ്ഡി ഫ്രണ്ട്സ്. സ്കൂട്ടീനെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ അടുത്ത ആൾ വിളിക്കും. അപ്പൊ ആ സ്കൂട്ടി കൊണ്ട് വീണ്ടും അടുത്ത ആളെ പിക്ക് ചെയ്യാൻ വരാം. ഇതാണ് സ്കൂട്ടിയുടെ പരിപാടി. ചില സിറ്റുവേഷൻസിലൊക്കെ ആലോചിക്കാറുണ്ട് ഈ മൊമെന്റ്സ് ഒക്കെ എത്രത്തോളം നമ്മൾ ചെറിഷ് ചെയ്യും. കാരണം അതിനുള്ളതൊക്കെ ഓരോരുത്തരും എവറി ഡേ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാരും ഒരേ മെന്റാലിറ്റിയിലുള്ള ഒരേ രോഗങ്ങളുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു കാര്യം മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ബാക്കി എല്ലാവരും ചെയ്യാം ആ മൈൻഡിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് എന്നും ഓരോ കാര്യം ആലോചിച്ചിരിക്കാനുള്ളത് ആരെങ്കിലും ഒരാൾ എന്തായാലും ഉണ്ട്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ് ഗൈസ്? ഇന്ന് നമ്മൾ സാരി എടുക്കാൻ പോവാണ്. ഓണത്തിനുള്ള സാരി എടുക്കാൻ പോവാണ്. എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള കളറുകൾ? എന്റെ മനസ്സിൽ നല്ല റെഡ്, നല്ല ഭംഗിയുള്ള റെഡാണ്. ഇവളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവളൊരു കാര്യം കളർ കണ്ടു കഴിഞ്ഞാൽ അവളത് സങ്കല്പിച്ച് കഴിഞ്ഞ് അവൾ കൊടുക്കണത്. അത് ആ ഒരു മൂഡിലാണ് വിളിക്കുന്നത്. ഹെന ഏത് കളറാണ്? എന്റെ മനസ്സിൽ മഞ്ഞ കളർ. മഞ്ഞ. മഞ്ഞന്ന് വെച്ചാൽ അങ്ങനത്തെ കിളിമഞ്ഞല്ല, ഫ്ലൂറസൻ മഞ്ഞല്ല, നൈസ് മഞ്ഞയാണ് എന്റെ മനസ്സിൽ. എനിക്കൊരു ഐഡിയ ഇല്ല ആക്ച്വലി, നോക്കണം. അപ്പോ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നേരത്തെ ഫ്ലൂറസെന്റ് പച്ച എന്ന് പറഞ്ഞ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല, അതിനൊരു കഥയുണ്ട് ഞങ്ങളുടെ ക്ലാസ് പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ സാരി എടുക്കാൻ കല്യാൺ സാരീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്, ബട്ട് നമ്മൾ മൂന്നുപേരുള്ളതുകൊണ്ട് എന്തായാലും അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. സോ സാരി എന്നത് എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആണ്, ലൈക്ക് ഭയങ്കര ഒരു ക്രേസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്ന് തന്നെ ഞാൻ വാങ്ങുമെന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടത് കിട്ടും. കല്യാൺ സാരീസിലേക്ക് സാരി എടുക്കാൻ കല്യാൺ സിൽക്സിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ഇയറിൽ ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സെമി ബനാറസി സാരി എടുക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പല കളറിലുള്ളത്. കൺഫ്യൂഷനിലാണ് ഒരാളുടെ കേട്ടാ, ഞാൻ മൂന്നുപേർക്കിന് എടുക്കാണ്ട്. കാരണം എനിക്ക് ഉദ്ദേശിച്ച കളറാണ് ഇത് രണ്ടും. ഇത് ഞാൻ അന്നിട്ട് ആ ടോപ്പിന്റെ കളറല്ലേ? അല്ല അല്ലേ, അതല്ല. അന്നാ ഹെനക്കുള്ളത് അവിടെ നിന്ന് പൊക്കിയിട്ട് നമുക്ക് അടുത്ത കടയിലേക്ക് പോവാന്നായി മൈൻഡ്. അവൾക്ക് വെച്ചൊക്കെ നോക്കി. അവിടുത്തെ ലൈറ്റിൽ കളർ കറക്റ്റ് ആയിരിക്കുമോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തു പോയി സൺലൈറ്റിലും വെച്ച് നോക്കി. അപ്പൊ കറക്റ്റ് കളർ, അവൾ മനസ്സിൽ വിചാരിച്ച കളർ തന്നെ അവൾക്ക് കിട്ടി. ആ ചിരിയാണിത്. ഓക്കെ, ഹെനയുടെ സാരി എടുക്കൽ മാത്രമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. നമ്മൾ കല്യാണം കയറിയിട്ട് അതിന്റെ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ശിശിരയുടെ മുഖത്ത് കാണാനുള്ളത്. ശിശിരയും വിചാരിച്ച കളർ സെയിം ആണ്. ഞാൻ വിചാരിച്ച കളർ കറക്റ്റ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് ഇതായിരുന്നില്ല. അവിടെ വെച്ചിട്ട് ഞാൻ പറയണത് കേൾക്കുന്നോന്ന് അറിയില്ല. നമ്മൾ അടുത്ത കടയിലേക്ക് പോവാം, അവിടെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഹെനയുടെ കാര്യം എന്തെങ്കിലും ടെൻഷൻ കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് കറക്റ്റ് ബഡ്ജറ്റിൽ എനിക്ക് കിട്ടി. ഞാൻ ഉദ്ദേശിച്ച കളർ, ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ കിട്ടി. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമുക്ക് അടുത്ത കടയിൽ പോയിട്ട് കിട്ടുമല്ലോ നോക്കാം. ഇന്നത്തെ നമുക്ക് വാങ്ങിച്ചു തീർക്കാവുന്നതാണ് നമ്മളൊരു അതിയായ ആഗ്രഹം. അങ്ങനെ നമ്മൾ അടുത്ത കടയിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കയറിയത്. കാരണം നമ്മൾ വിചാരിച്ച കളർ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് തന്നെയാണ് കയറിയത്. ഈ കടയിൽ കയറിയപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്റ്റാഫ്സ് അടിപൊളിയായിരുന്നു. നമുക്ക് ഭയങ്കര ഫേവറബിൾ ആയി, നമ്മൾ കംഫർട്ടബിൾ ആക്കി. നമുക്ക് വേണ്ട രീതിക്കൊക്കെ അവർ എത്ര വേണമെങ്കിലും ഉടുപ്പിച്ചു തരാൻ അവർ റെഡി ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ അവര് ഓക്കെ 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 എന്ന് പറഞ്ഞ് ഉടുപ്പിച്ചു തന്ന് നല്ല രീതിക്ക് എങ്ങനെ ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു
പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട എല്ലാ സാരീസും ഉടുപ്പിച്ച് നോക്കി. ഇതിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശിശിരാനെ ഉടുപ്പിച്ച് നോക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വിട്ടുപോയി എൻ്റെന്ന്. അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഈ 3 സാരികളാണ് ഞാൻ ഉടുത്തു നോക്കിയത്. ഇതിൽ ഒരെണ്ണമാണ് ഞാൻ എടുത്തത്. അത് ഒബ്വിയസ്ലി ഞാൻ ഓണം സെലിബ്രേഷൻ വ്ളോഗിൽ ഇടുന്നതായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കൂടെ ഒരൊറ്റ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് നല്ല രീതിക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയും ആയിരിക്കണം, നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയും ആയിരിക്കണം. കാരണം അന്നത്തെ ദിവസം ഞങ്ങൾ കുറേ ഹീലുകളും ഡാൻസുകളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രത്തോളം അത് നടക്കുന്നുള്ളത് അറിയില്ല. ബട്ട് ഈവൻ ദെൻ ഓടിച്ചായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സാരി ആയിരിക്കണം. നമ്മളെങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു. സന്തോഷമായി സാറ്റിസ്ഫൈഡ് ആയി. വിചാരിച്ച കളറൊന്നുമല്ല, പക്ഷെ ഇഷ്ടപ്പെട്ടു. കിട്ടിയത് നല്ലതാ. കിട്ടിയ നല്ല കളേഴ്സ് ആണ്. ഇനിയിപ്പോ സാരി എടുത്തു. എവിടെ എന്റെ സാരി? ഇനി ഉടുത്ത് വരുമ്പോ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കണു. ഇനി ശിശിരടയിലാണ് ബ്ലൗസ് കൊടുക്കേണ്ടത്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞാൻ ബ്ലൗസ് കൊണ്ടുവന്ന് തരാം. ശിശിരയായിരിക്കും നമ്മുടെ ഡിസൈനർ. വൃന്ദാവൻ ക്രിയേഷൻസ് എല്ലാരും പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. എല്ലാരും കൊളാബ്. അതെ. അപ്പൊ ഇനി വീട്ടിൽ പോവാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നേരത്തെ വൃന്ദാവൻ ക്രിയേഷൻസ് എന്ന് പറയുന്നത് ശിശിരയുടെ പേജാണ്. ഷീസ് എ ഡിസൈനർ. എനിക്ക് ബ്ലൗസ് ഒക്കെ തയ്ച്ചു തന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി അബ്രോഡിലേക്കൊക്കെ ആണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ ഒക്കെ തയ്ച്ച് കൊറിയറായിട്ട് കൊടുക്കുന്നതാണ്. സോ പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. ടിൽ ദെൻ ബൈ.